മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമ്മളോടൊപ്പമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ഉഷയെ കേട്ടുവോ? അവരനുഭവിച്ച വേദന കേട്ടുവോ അങ്ങ്? തീർച്ചയായിട്ടും ഇതിപ്പം കേരളത്തിൽ ശസ്ത്രക്രിയക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ ആളുകൾക്ക് പേടിയാവുന്ന അവസ്ഥയാണ്. ഹർഷിനയുടെ കാര്യം ഉണ്ടായത് നമുക്കറിയാമല്ലോ. കോഴിക്കോട് ഇത്രയും നാളായിട്ട് അവർക്കൊരു സഹായവും ഗവൺമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം അവർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ സമരത്തിന് വന്നു. അപ്പം ഞാനവിടെ ഉദ്ഘാടനം അവരെ കാണാൻ വേണ്ടി പോയി. അവിടെ വെച്ച് അവരുടെ കഥയാണ് അവർ പറയുന്നത്. മന്ത്രി കൊടുത്ത എല്ലാ പ്രോമിസസുകളും അത് ജലരേഖയായി മാറി. ഇപ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്ഥിതി വളരെ ദയനീയമാണ്. അവിടെ പോകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ വേദനാജനകമാണ്. ഇപ്പം കണ്ടില്ലേ, 5 വർഷം മുമ്പ് ഓപ്പറേഷൻ നടത്തിയതാണ്. അവിടെയാണ് ഒരു കത്രിക കണ്ടെത്തിയത്. ഇനി ഇവർക്കും സ്ഥിതി തന്നെ ഉണ്ടാവും. ഒരു സഹായം കിട്ടില്ല. എന്തല്ലേ ഇത് വളരെ വിഷമം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയ സംഭവമല്ലേ ഇത്. ഹർഷിതയ്ക്കുണ്ടായ അനുഭവം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എൻ്റെ പേടി. ഏതായാലും ഇതിന് പരിഹാരം ഉണ്ടാകണം. ശക്തമായ സമ്മർദ്ദം ഈ കാര്യത്തിൽ ഞങ്ങൾ ചെലുത്തും എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ ജനകീയ പ്രതിഷേധം തന്നെ ഉണ്ടാകും. നമ്മൾ നേരത്തെ നാട്ടുകാരോട് സംസാരിച്ചു. അവർ നാളെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകും എന്നുള്ളതാണ്. ഇപ്പോ കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഈ റിപ്പോർട്ടുകൾ, അതായത് തേടിയ റിപ്പോർട്ടുകൾ എടുത്താൽ തന്നെ വോള്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും നമുക്ക് നടപടി വേണ്ടേ? ആരോഗ്യമന്ത്രി കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഹർഷിയുടെ കാര്യം തന്നെ നമ്മുടെ മുമ്പിലില്ലേ. അവസാനം ഞാനാണ് ഗാന്ധിഗ്രാമ ഫണ്ടിൽ അവശേഷിച്ച 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതുകൂടെ ഞാൻ കൊടുത്തു. അവർക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല. അത്ര ബുദ്ധിമുട്ടാണ്. അവർക്ക് കൊടുത്ത വാഗ്ദാനം പോലെ ആകരുത് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പാവപ്പെട്ട ഉഷ എന്ന് പറയുന്ന ഈ രോഗിക്കുണ്ടായ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. രമേശ് ചെന്നിത്തല കുറച്ചു മുമ്പ് ഉഷ റിപ്പോർട്ടറിനോട് സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് അവർ പറഞ്ഞത് അതിലേറ്റവും ഗൗരവതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഡോക്ടർമാർ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആരും അറിയരുത് എന്ന് പറഞ്ഞ് മൂടി വെക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നിട്ടും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്ന നിലയ്ക്ക് പിന്നീട് ഓപ്പറേഷന് ഒരു തീയതി പ്രഖ്യാപിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു വീഴ്ചയുണ്ടായാൽ അത് അംഗീകരിക്കുക, പരിഹാരം കാണുക എന്നതിനപ്പുറത്ത് ഗൂഢാലോചന നടത്തുന്നത് എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർ? ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അവിടെ ഒരു കാര്യം നടക്കത്തില്ല. പാവപ്പെട്ട രോഗികൾ അവിടെ ചെന്നാൽ യാതൊരു പരിഗണനയില്ലാതെ എന്നുള്ളതാണ് സത്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നിന്ന് ഒരു താല്പര്യം എടുക്കുന്നില്ല. എത്ര തവണ ഞങ്ങൾ എല്ലാ MLA-മാരും കൂടെ പോയി മന്ത്രിയെ കണ്ടു വന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ MLA-മാരും കൂടെ ഒരുമിച്ച് പോയി പറഞ്ഞതാണ്. ഇത്രയും അനാസ്ഥയുള്ള ഒരു മെഡിക്കൽ കോളേജ്, ഇത്രയും ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് വേറെ ഇല്ല. വാസ്തവത്തിൽ വലിയ കഷ്ടമാണ് ഇതൊക്കെ. രമേശ് ചെന്നിത്തല, സർക്കാരിന്റെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. അവർക്ക് സഹായം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും എല്ലാ MLA-മാരും കൂടെ ഒരുമിച്ച് പോയി പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. എന്ത് ശ്രദ്ധ വരാന്? കഷ്ടം. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല.